നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടി കണക്ഷനിലുള്ള നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സും പിന്നെ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. നിങ്ങൾക്കിതിൽ ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. അതുപോലെ തന്നെ ഈ ജനറൽ റീഡിംഗ് കണ്ടിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യത്തെ കാർഡ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഭവാനി, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് ഭവാനി. ആ കാർഡ് വരണം എന്നുണ്ടായിരുന്നു, ചാടി പോകുന്നത്. ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്ന് പറയുന്നുണ്ട്. ഇനി കാർഡ്സ് വല്ലം ഒരു ഷഫിൾ കൂടി ചെയ്യാം. കാർഡ്സ് വല്ലം വരുമോ എന്ന് നോക്കാം നമുക്ക്. ഒന്നും വന്നില്ല. അപ്പോൾ നിങ്ങളിത് മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ. ഡിലേയ്സ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എടുത്തുചാട്ടമുള്ളൊരു സ്വഭാവമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വിചാരിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ, അതിൽ ബ്ലോക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ദേഷ്യം വരുന്നുണ്ട്. ഒരു കാര്യം നടക്കുന്നില്ല എന്ന് നിങ്ങൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് കാര്യങ്ങൾ നടക്കാത്തത് അത് നടക്കേണ്ട സമയം ആകാത്തത് കൊണ്ടാണ്. അപ്പോൾ ക്ഷമയോടെ ഇരിക്കണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ഇനി ജിപ്സി ഓറക്കിൾസ്. ജിപ്സി ഓറക്കിൾസിൽ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിലുള്ള ആളുകൾ, ചിലപ്പോൾ നമ്മളിപ്പോൾ എന്ത് ഇമോഷനിലാണ്, മെൻ്റൽ ആ ഒരു മനോനില എന്താണ്, പിന്നെ ചുറ്റുമുള്ളത് എങ്ങനെയുള്ള ആളുകളാണ്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ, ഇതൊക്കെയായിരിക്കും കാണിക്കുന്നത്. നമുക്ക് നോക്കാം. കാർഡ് വീഴുമെന്ന് നോക്കാം. കാർഡ് ഈ കാർഡ്സ് മറിഞ്ഞ് വീണാലും കുഴപ്പമില്ല, കാർഡ്സ് വീഴണം എന്നേ ഉള്ളൂ. ഒരു കിടപ്പ് രോഗിയുള്ള പോലെ കാണിക്കുന്നുണ്ട്. ആർക്കും എന്തോ അസുഖമുള്ളത് പോലെ. ഓക്കെ, അപ്പോൾ ഒരു ഹോട്ടിനെസ്, ഒരു ഇത്തിരി അഹങ്കാരമുള്ള ഒരു എനർജി ഉണ്ട്. പിന്നെ ഒരു ലെറ്റർ, ഒരു മെസ്സേജ്, ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഒരു പട്ടാളക്കാരനെ കാണിക്കുന്നുണ്ട്. ലവ് കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കിടപ്പ് രോഗി. ഇതൊക്കെ പലരായിരിക്കാം, പക്ഷെ പല സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലുള്ളത് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. ഭവാനി, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോറി. അപ്പോൾ ഇത് ഹാങ്ഡ് മാൻ ആണ്, സ്റ്റക്കാണ് ഈ പേഴ്സൺ. ഈ പേഴ്സൺ ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പലതരത്തിലും തലകുത്തി നിന്ന് ചിന്തിച്ചിട്ടൊന്നും ഒരു സൊല്യൂഷൻ ഈ പേഴ്സൺ കാണുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ പെട്ട് കിടക്കുകയാണ്. ഒരു തീരുമാനം എടുക്കണം എന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ എടുക്കണം, ഇതിൽ നിന്ന് എങ്ങനെ മുമ്പോട്ട് പോകണം, പുറത്തേക്ക് പോകണമെങ്കിൽ അത് എങ്ങനെ പുറത്തേക്ക് പോകണം എന്നൊന്നും അറിയാതെ ഒരു ചിന്താവിഷ്ടയായ ശ്യാമളെ പോലെയാണ്. ചിന്താവിഷ്ടനായ ആരോ ഒരാൾ ഉണ്ട്. അപ്പോൾ ക്ലാരിഫൈ ചെയ്യുന്നത് 4 ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നേക്കുന്നത്. പിന്നെ നൈറ്റ് ഓഫ് സ്വേർഡ്സും റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ആ പേഴ്സൺ.
അപ്പോൾ ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, പക്ഷേ ആക്ഷൻ ഒന്നും എടുക്കാറായിട്ടില്ല എന്നാണ് ഈ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത്. പൈസീസ് സോഡിയാക് സൈൻ ആണത്. അതാണ് ആ പേഴ്സൻ്റെ മെൻറ്റാലിറ്റി. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി കണക്ഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. എന്തായാലും ഈ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. രണ്ട് വഞ്ചിയിൽ കാല് കുത്തിയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വഞ്ചിയിലേക്ക് രണ്ട് കാലും എടുത്ത് വെക്കണമെന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ഏത് ചൂസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല പേഴ്സണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? അതാണ് അടുത്ത ചോദ്യം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു പുതിയ റിലേഷൻഷിപ്പിലാണ് ഈ പേഴ്സൺ കേട്ടോ. പുതിയൊരു ഇതിൽ ഒരു പുതുമയുണ്ട്. അപ്പോൾ അത് ഈ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇത് ഭയങ്കര ആർത്തിയോട് കൂടിയാണ് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. പക്ഷേ പഴയ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റേതായൊരു സ്ട്രഗിൾ ഈ പേഴ്സണെ കാണിക്കുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. രണ്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ രണ്ട് റിലേഷൻഷിപ്പിൻ്റെ ചിലവ് നോക്കേണ്ടി വരുമെന്നൊരു ചിന്ത ഈ പേഴ്സണ് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പേഴ്സൺ. രണ്ടും വിട്ടുകളയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉപേക്ഷിക്കേണ്ടി വരും, അതിനൊരു തീരുമാനം എടുക്കണം എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിൽ വന്നേക്കുന്നത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള ഒരാൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആണെന്ന് വെച്ചാൽ ജോലിയുള്ള ഒരു എനർജിയാണ്, ഇഷ്ടംപോലെ സ്വത്തുള്ള പണമുള്ള ഒരു എനർജിയാണ് ഒരാൾ. അപ്പോൾ അവരിലേക്കാണ് ഈ പേഴ്സൻ്റെ അട്രാക്ഷൻ പോകുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ടായിരിക്കാം, ഫിനാൻഷ്യലി ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി കണക്ഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ കൂടുതലും അവരോടുള്ള അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പൈസയാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ പാഷനും ഉണ്ട്, പൈസയും കൂടിയിട്ടുള്ള ഒരു ഗ്രീഡിനെസ് ആണ് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അവരുടെ പണം കൈക്കലാക്കണം എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സോഡിയാക് സൈൻ അക്വാരിയസ് ഏരീസ് ആണ് വന്നേക്കുന്നത്. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ പേഴ്സൻ്റെ കറക്റ്റ് കൺട്രോളിലാണ്. നിങ്ങളോട് ഈ പേഴ്സൺ വളരെ പ്രൊട്ടക്റ്റീവ് കെയറിങ് ആണ്. നിങ്ങളോട് കുട്ടികളുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അപ്പോൾ കുട്ടികളുടെ ഉത്തരവാദിത്വം ഈ പേഴ്സൻ്റെ തലയിലുണ്ട്. അപ്പോൾ ഉത്തരവാദിത്വം പോലെ പെരുമാറുന്ന ഒരു പേഴ്സൺ അല്ല ഇത് കേട്ടോ. കുറച്ച് പ്രൊട്ടക്റ്റീവാണ്, കെയറിങ് ആണ്, എല്ലാം ഉള്ള ആളാണ്. അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങൾക്കും വേണ്ടി ചിലവാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോൾ പേഴ്സൺ ഒരു കൺട്രോളിൽ വെച്ചേക്കുക. നിങ്ങളോട് വളരെ പ്രൊട്ടക്റ്റീവ് കെയറിങ് ആണ്. നിങ്ങളൊരു റെസ്പോൺസിബിൾ ആയ ഒരു പാർട്ട്ണർ ആണ് ഈ പേഴ്സൺ. നിങ്ങളോട് വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പാർട്ട്ണറാണ്. നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിൽ നിൽക്കുന്നതെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. കാരണം വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളാണ്. ഇതൊരു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇഷ്ടംപോലെ പൈസ കിട്ടും ഇവിടുന്ന്. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും കുറച്ചും കൂടെ പുരോഗമിക്കും എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോട് ഒരു വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും ഈ പേഴ്സൺ വളരെ കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പക്ഷേ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇല്ലാതെ പറ്റില്ല. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അവരിൽ സ്റ്റക്കാണെന്നാണ് പറയുന്നത്. ഏരീസ് ആണ് ഇവിടെ കാണിക്കുന്ന സോഡിയാക് സൈൻ. എന്താണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഉപേക്ഷിക്കണമെന്നൊരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ചിലപ്പം തേർഡ് പാർട്ടി ഉപേക്ഷിക്കണമെന്നുള്ള കാര്യം കൊണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ വളരെ കാൽക്കുലേറ്റീവ് ആണ്.
അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കണമെന്ന് ഒരു ഉദ്ദേശമുണ്ട് പേഴ്സണ്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ അപ്പം തന്നെ തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. നിങ്ങളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? തേർഡ് പാർട്ടിയോട് ഈ പേഴ്സണ് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എപ്പോൾ വേണമെങ്കിലും ഈ പേഴ്സൺ ഉപേക്ഷിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ലവേഴ്സാണ്, തേർഡ് പാർട്ടിയായിട്ട് ലവേഴ്സ് അല്ല. തേർഡ് പാർട്ടിയായിട്ട് ഫിനാൻഷ്യൽ കണക്ഷനാണ്. നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടി ഉണ്ടാവും, പക്ഷേ നിങ്ങളുമായിട്ടാണ് ഈ പേഴ്സൺ ലവേഴ്സിൻ്റെതാണ്. നിങ്ങൾ സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും, പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതിന് കുറച്ച് സമയം വേണ്ടി വരും ഈ പേഴ്സണ്. അപ്പോൾ ആ സമയത്തിനെ കുറിച്ചുമാണ് എത്ര നാൾ തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷനിലിരിക്കണം, എത്ര നാൾ തേർഡ് പാർട്ടിയോട് സംസാരിക്കണം, എത്ര നാൾ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്ന അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ പേഴ്സണ് കിട്ടാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇതൊരു ബോസായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ, ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ബന്ധുക്കളായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഈ പേഴ്സൻ്റെ ബോസോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഈ പേഴ്സൻ്റെ ബന്ധുക്കളോ ആയിരിക്കാം. നിങ്ങൾക്ക് ആ ബന്ധുക്കളുമായിട്ടുള്ള ഈ പേഴ്സൻ്റെ കണക്ഷൻ ഇഷ്ടമല്ല. അപ്പോൾ ഇതൊരു സ്ത്രീ എനർജി ആയിരിക്കാം, പുരുഷ എനർജി ആയിരിക്കാം, ആരായാലും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഈ എനർജിയിൽ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്നാലും ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പേഴ്സൺ വരും. അതിന് കുറച്ച് സമയം എടുക്കുമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പെട്ടെന്ന് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സ്കോർപ്പിയോ, ക്യാൻസർ, ജെമിനായി സോഡിയാക് സൈനാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് അവിടെ? നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഇവിടെ, മനസ്സിലായോ? നിങ്ങൾ ഭയങ്കര ഡിഫെൻസീവാണ്. അപ്പം നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ശരിക്കും അഭിപ്രായങ്ങളൊന്നുമില്ല. പേഴ്സണെ എതിർത്ത് പറയാൻ പറ്റില്ല, കാരണം ഭയങ്കര മെച്യൂർഡായ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾക്കാകെ വട്ടാവുന്നുണ്ട്. അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു, അവരായിട്ട് സംസാരിക്കുന്നു, ഇവരായിട്ട്. അപ്പം നാട്ടുകാർ മുഴുവൻ ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള കണക്ഷന് എതിരാണ്. അവർ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പറഞ്ഞ് മാറ്റാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സമാധാനം തരാത്തത് പേഴ്സണേക്കാളും തേർഡ് പാർട്ടിയേക്കാളും കൂടുതൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ്. അപ്പോൾ അവരെ ഇഗ്നോർ ചെയ്യണം. ആവശ്യമില്ലാതെ ആളുകളോട് കോൺവെർസേഷനിലേക്ക് പോകരുത്. നമ്മളിപ്പോൾ വഴിയിൽ സാധാരണ നമ്മളൊരു സ്വഭാവമാണ്, നമ്മൾ വീടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ വഴി ആരെങ്കിലും പോകുന്നു, ആൾ വീട് അന്വേഷിച്ച് പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ അവരോട് ചോദിക്കും എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീട് അന്വേഷിച്ച് പോകുന്നതാണോ. പിന്നെ നമ്മൾ അവരുടെ കഥകൾ എങ്ങനെയാണ് പരിചയം, അവിടെ പിന്നെ വീട്ടിൽ കയറിയിരുത്തി ചായ കൊടുക്കൽ, ഇതൊക്കെ വേറൊരു കണക്ഷനായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉള്ളവർ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ എനർജി അതുപോലത്തെയാണ്. നിങ്ങൾക്ക് അതുകൊണ്ടാണ് പണി കിട്ടുന്നത്. അപ്പോൾ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളയാനുള്ള ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കണം നിങ്ങളെന്നാണ് പറയുന്നത്. ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം തലയിൽ വെച്ച് നിങ്ങളുടെ തല പെരുക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചീത്ത ഉദ്ദേശത്തോടെ നിങ്ങൾക്കറിയില്ല. നിങ്ങളോട് അനാവശ്യം പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ, അത് നിങ്ങൾക്ക് ഭയങ്കര തലവേദനയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് ഉപേക്ഷിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അധികം ആൾക്കാരോട് ഗോസിപ്പിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിളിച്ചു പറയാതിരിക്കുക. നിങ്ങളാകെ കൺഫ്യൂസ്ഡ് ആണ്, അത് മാറ്റണമെന്നാണ് പറയുന്നത്. സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൻ്റെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം പറയുന്ന എല്ലാവരും നല്ലവരാവണമെന്നില്ല. അവർക്ക് പല ഉദ്ദേശമാണുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന കേട്ടിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. എടുക്കേണ്ടത് എടുക്കുക, വേണ്ട അത് തള്ളിക്കളഞ്ഞേക്കുക. അല്ലാതെ തലയിൽ വെച്ചിട്ട് അത് പിന്നെ വട്ടാക്കിക്കൊണ്ട് നടക്കരുത്, മനസ്സമാധാനം പോകും. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് രണ്ടാമത്തെ കാർഡിന് റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ കാർഡിന് വേണ്ടി സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്.
ഓക്കെ, കുറച്ച് കാർഡ്സ് വീണിട്ടുണ്ട് നിങ്ങൾ കാണേണ്ടത്. ഒന്നാമത്തെ കാർഡ് ഇത് മുഴുവൻ പ്രാർത്ഥന പോലെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്ര. രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ രുദ്രായ. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കണമെന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ മന്ത്രങ്ങളുണ്ട്, അതാണ് ജപിക്കേണ്ടത്. ചിലർക്ക് തസ്ബിയാണുള്ളത്, ചിലർ കൊന്ത പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പം ഓരോരുത്തരും അവരെന്താണ് ഫോളോ ചെയ്യുന്നത് ആ ഇതിൽ ഭക്തി, ആ ഒരു സിറ്റുവേഷനോട് പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഓം എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സൗണ്ട്, അത് ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മെൻ്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇമോഷണൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട്. എപ്പോഴും എടുത്തു ചാടി പ്രവർത്തിക്കരുത്, ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് പെരുമാറാം. പിന്നെ നിങ്ങൾ വളരെ നാളായിട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് സക്സസ് ആവില്ല എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ അത് തുടങ്ങാം. കാരണം ഇപ്പോൾ തുടങ്ങിയാൽ അത് സക്സസ്ഫുൾ ആകുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാർഡ് തിരിഞ്ഞത് കണ്ടോ? നിങ്ങൾ കാർഡ് കാണണമെന്നുണ്ടായിരുന്നു പെട്ടെന്ന്, അതുകൊണ്ട് ആ കാർഡ് തന്നെ തിരിഞ്ഞു. ഞാൻ ആ കാർഡ് എടുത്തപ്പോൾ അതും കൂടെ തിരിഞ്ഞു. എന്തായാലും അതവിടെ കിടക്കട്ടെ. അത് കല്യാണത്തിൻ്റെ കാർഡാണ്. സക്സസ്, ഹാപ്പിനെസ്, ഒരു സെലിബ്രേഷൻ്റെയൊക്കെ കാർഡാണത്. മാരേജ് കാർഡാണത്. ഭഗവാനെ, നമുക്ക് ദേവിയമ്മേ മഹാമായി. അപ്പോൾ നമുക്ക് ഇവിടെ വെഡ്ഡിങ് കാർഡ് കിട്ടുമെന്ന് നോക്കാം. നിങ്ങൾക്ക് എന്താണ് ഇവിടെ സിറ്റുവേഷൻ? തേർഡ് പാർട്ടി കണക്ഷനിലിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2 കാർഡ്. ഈ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ ഒരു വിധവൻ, വിഡോവർ എന്നാണ് പറഞ്ഞാൽ. മലയാളത്തിൽ വിധവൻ എന്നൊരു വേർഡ് ഇല്ല. എന്തായാലും ഞാൻ എൻ്റെ യൂസിന് വേണ്ടിയിട്ട്, ആവശ്യത്തിന് വേണ്ടി വിധവൻ എന്ന് വിളിക്കുകയാണ് ഈ പേഴ്സണ്, ഭാര്യ മരിച്ച ആൾ. ഇവിടെ ഒരു സ്വീറ്റ് ഹാർട്ട് ഉണ്ട്. അപ്പോൾ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിലും ഈ പേഴ്സണ് ആരോടോ സ്നേഹമുണ്ട്, അവരെ എന്തോ അറിയിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ഗോസിപ്പായിട്ട് മാറുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. പിന്നെ പക്ഷേ ഫെയ്ത്ത്ഫുൾ ആണ് നിങ്ങൾ രണ്ടുപേരോടും എന്നാണ് പറയുന്നത്. ആത്മാർത്ഥത ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പൊതുവെ അമ്മമാരോട് സ്നേഹമുള്ള ആമക്കൾ, അച്ഛന്മാരോട് സ്നേഹമുള്ള പെൺമക്കൾ, പിന്നെ ഓവർ ഒബ്സസീവ് അല്ല ഞാൻ പറയുന്നത്, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹിക്കുന്ന ആൺകുട്ടികൾ സ്വന്തം ഭാര്യമാരെ അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുമെന്നാണ് ഒരു അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മാരേജ് കാർഡാണത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി വിവാഹത്തിന്, ഇപ്പോൾ സെലിബ്രേഷൻ്റെ മൂഡിലാണ് പേഴ്സൺ, ഹാപ്പിയാണ്. ഇപ്പോൾ ഒരു പുതിയ വീട് വെച്ച പോലെ, ഒരു കല്യാണം കഴിച്ച പോലെ, ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള വിവാഹമായിരിക്കാം. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലാണ് ഈ പേഴ്സൺ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് സോഡിയാക് സൈൻ അവിടെ കാണിക്കുന്നത്. എന്താണ് ഇതിനൊരു ക്ലാരിഫിക്കേഷനോ? എന്തുകൊണ്ടാണ് ഒരു മാരേജ് കാർഡ് വന്നേക്കുന്നത്? 4 പേര്, നാട്ടുകാർ, വീട്ടുകാരെല്ലാം അറിഞ്ഞിട്ടൊരു വിവാഹം നടന്ന പോലെ, എന്തോ ഒരു സെലിബ്രേഷൻ. പക്ഷേ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. 10 of Swords. കല്യാണം നടന്നെങ്കിലും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷനുള്ള ഒരാൾ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വിവാഹം കഴിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങളെ അത് തിരിച്ചറിഞ്ഞു. ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളത് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ ഉടനെയാണോ തിരിച്ചറിഞ്ഞത്? അപ്പോൾ 1 മാസത്തിനുള്ളിലൊക്കെ എന്തോ തിരിച്ചറിഞ്ഞ പോലെ. കാരണം ഇവിടെ 2 of Pentacles റിവേഴ്സാണ്. ഈ പേഴ്സൺ എന്താ പറയുക, ആകെ കൺഫ്യൂസ്ഡ് ആണ്, ഓവർ കമ്മിറ്റഡ് ആണ് ഈ പേഴ്സൺ. പൈസയുടെ പ്രശ്നമുണ്ട്. അതുപോലെ ഇവിടെ എന്തോ ചതി, വഞ്ചന. അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ പൈസ മുഴുവൻ ആർക്കോ കൊടുത്തോ, അങ്ങനെ എന്തോ ഒരു വലിയ ഇഷ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ പോലെയാണ്. ഒരു സെലിബ്രേഷൻ നടന്നിട്ടുണ്ട്. സെലിബ്രേഷൻ്റെ തൊട്ട് പുറകെ കുറേ പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുമിച്ചാണോ? ഏകദേശം ഒരു അവസാനം പോലെ. ചിലപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇടയിലേക്ക് ആരെങ്കിലും വന്ന് കയറി, കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആരോ ഏതോ വേറൊരു എനർജി വന്നിട്ട് ഇത് എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞോ. ആകെ കൂടെ പ്രശ്നം. നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര തലവേദനയാണ്. ഇപ്പോൾ
ഉറക്കമില്ല, ഒന്നുമില്ല, ആകെ കൂടെ പ്രശ്നത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. ജസ്റ്റിസ്, ട്രൂത്ത്, ക്ലാരിറ്റി. ഈ പേഴ്സൻ്റെ സത്യസന്ധത തെളിയിക്കണം. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ ആരോ വന്നിട്ട് ഈ പേഴ്സൺ വേറൊരാളുടെ റിലേഷൻഷിപ്പാണ് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടങ്ങിയപ്പോൾ തന്നെ അവസാനിച്ച ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വിവാഹം അതുപോലെ കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സൻ്റെ ഭാഗം ക്ലിയർ ആക്കണം. അതിനുള്ള തത്രപ്പാടിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഒരു കുട്ടിയുടെ പ്രസിദ്ധിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണ് വേറൊരു ബന്ധത്തിലൊരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു കുട്ടിയുള്ള കാര്യം നിങ്ങളോട് പറയാതെയാണ് നിങ്ങളെ വിവാഹം കഴിച്ചത്. എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഈ പേഴ്സൺ ചിലപ്പോൾ ഇതൊരു 2ാം വിവാഹമോ 3ാം വിവാഹമോ ഏത് ആയിക്കോട്ടെ. അപ്പോൾ വളരെ പൈസയുള്ള ഒരു എനർജിയാണ്. നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ നിറയെ പൈസയുള്ള, ഇഷ്ടംപോലെ സ്വത്തുള്ള ഒരു എനർജിയാണ്. സിംഗിൾ എനർജി അതായിരുന്നു വിശ്വാസം. എന്തായാലും വളരെയധികം ഈ പേഴ്സൺ സീക്രറ്റ്സ് സൂക്ഷിക്കുന്ന ഒരു എനർജിയാണ്. ആരോടും ഒന്നും പറയാതെയാണ് ഇവിടെ വിവാഹം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രാപ്പ് പേ ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ്. നിങ്ങളുടെ പേഴ്സണോടാണോ നിങ്ങൾ ഇത് ചെയ്തേക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടാണോ ചെയ്തേക്കുന്നത്? എന്തായാലും ഇവിടെ ഒരു ട്രാപ്ഡ് ഫീലിംഗ് ആണ്. കാരണം അറിയാതെ ഒരു കുട്ടിയെ കൂടെ കിട്ടിയ പോലെ ഒരു സിറ്റുവേഷൻ. ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കും? അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. ലിയോ, ലീബ്ര, 2 സോഡിയക് സൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് ഈ പേഴ്സൺ ഇപ്പം എന്താണ് ഫീലിങ്സ്? ഓക്കെ, എടുക്കാം. മാരേജ്. ഓക്കെ, നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് പാർട്ട്ണറാണ് ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ ഇതിന് മുമ്പ് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങളോട് ഈ പേഴ്സണ് ഭയങ്കര റെസ്പെക്റ്റാണ്. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതിൽ ഈ പേഴ്സണ് ഒരു ഇതുണ്ട്. പക്ഷേ ഇതെല്ലാം പറഞ്ഞു ഒഴിഞ്ഞ കാര്യങ്ങളാണ്. മനസ്സിലായി? ആദ്യത്തെ വിവാഹത്തിൽ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു കല്യാണം കഴിച്ചു, ആരോ മരിച്ചു പോയി, വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അവരുമായിട്ട് ഡിവോഴ്സ് ചെയ്തതാണ്, അതിലൊരു കുട്ടിയുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ പറയാനായിട്ട് വേണ്ടാന്ന് ചിലപ്പോൾ 3ാം ബ്രോക്കർ കല്യാണം ആലോചിച്ച് വന്ന ബ്രോക്കർ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവാം. മനസ്സിലായി? അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് ഈ പേഴ്സൺ പറയാതിരുന്നായിരിക്കും. ഈ പേഴ്സൺ വലിയ പ്രശ്നമില്ലാത്ത ആളാണ്. എന്തായാലും ഇതിനിടയിൽ ഒരു പഴയ കാര്യം പൊങ്ങി വന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഒരു തേർഡ് പാർട്ടി സ്ട്രോങ് ആണ്. നിങ്ങളെ വേദനിപ്പിക്കാൻ വരുന്ന ഒരു എക്സ് ആണത്. ഭയങ്കര തലവേദനയുള്ള ഒരു എക്സ് ആണ്. അപ്പോൾ നിങ്ങളെ ഈ പേഴ്സൺ കാണുന്നത് വളരെയധികം സ്നേഹിക്കുന്ന, വളരെയധികം റിലീജിയസ് ആയ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ ഈ പേഴ്സൺ കാണുന്നത്. അപ്പോൾ ഇതിനൊരു ബാലൻസ് കൊണ്ടുവരണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തൽക്കാലത്തേക്ക് ക്ലാരിഫിക്കേഷൻ ഈ പേഴ്സൺ പോകുന്നില്ല. ഇത് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണ് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മനസ്സിലായി? അത് കഴിഞ്ഞിട്ടേ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പേഴ്സൺ തൽക്കാലം നിങ്ങളോട് മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിവോഴ്സ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ പേഴ്സൺ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യില്ല. നിങ്ങൾ ഡിവോഴ്സ് ആവശ്യപ്പെട്ടാലും, നിങ്ങളെ വീട്ടുകാർ ആവശ്യപ്പെട്ടാലും പേഴ്സൺ ഡിവോഴ്സ് തരില്ല. കാരണം നിങ്ങളെ ഇഷ്ടമാണ് ഈ പേഴ്സണ്, ആഗ്രഹിച്ച് വിവാഹം കഴിച്ചതാണ്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി എക്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരെ സൂക്ഷിക്കണം. അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ഒതുക്കിയതാണ്. എന്നാലും ഈ പേഴ്സൺ വിവാഹം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പേഴ്സൻ്റെ പണം ഇനി ഇവർക്ക് കിട്ടുന്നത് കുറയുമെന്ന് പേടിച്ചിട്ടാണ് തേർഡ് പാർട്ടി ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം ഈ പേഴ്സണ്. കേട്ടോ? വെർഗോ, പൈസസ് കാണിക്കുന്നുണ്ട്. പിന്നെ സാജിറ്റേറിയസും കാണിക്കുന്നുണ്ട്. ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? ഇമ്പൾസീവായിട്ട് ഈ പേഴ്സൺ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ പേഴ്സൺ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ സ്ലോ ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവിടെ എടുക്കുകയുള്ളൂ. കേട്ടോ? അപ്പോൾ ഇവിടെ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫുൾഫില്ല് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ വരികയോ അല്ലെങ്കിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നോക്കില്ല. നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടിലാണ്. കാരണം നിങ്ങളെ പറ്റിച്ചോ എന്നൊരു ചിന്തയുണ്ട്. ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി ഈ പേഴ്സൺ എടുക്കുകയുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല, എല്ലാം കഴിഞ്ഞു എന്നൊന്ന് ആശ്വസിപ്പിച്ചിട്ട്
സ്വയം ഒന്ന് ആശ്വസിച്ച ശേഷമാണ് പേഴ്സൺ വിവാഹത്തിലേക്ക് പോയത്. പക്ഷേ അത് പഴയ കാര്യങ്ങൾ പിന്നെയും പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ ഇവിടെ ഒരു റീകൺസിലിയേഷൻ വരുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും കൂടെ ഈ പേഴ്സണായിട്ട് സഹകരിക്കണം. കാരണം ഈ പേഴ്സൺ നിങ്ങളെ ചതിക്കണമെന്ന് വിചാരിച്ചല്ല, ഇത് കഴിഞ്ഞ കാര്യങ്ങളാണ്. തേർഡ് പാർട്ടിയാണ്, ആരൊക്കെയോ തേർഡ് പാർട്ടി ഇളക്കി വിട്ടതായിരിക്കാം. എന്തായാലും തേർഡ് പാർട്ടിയാണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. ഇതൊരു എക്സ് ആണ്, ഇതെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്ത കാര്യമാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒരു റീകൺസിലിയേഷൻ വരുന്നുണ്ട്. വളരെ പെയിൻഫുള്ളാണ്. അത് ആദ്യമേ വന്നത് നന്നായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയേനെ. ഇപ്പം കല്യാണത്തിന് ശേഷം ഇതിങ്ങനെ വന്നതുകൊണ്ട് ഇന്നൊരു പുതിയ തുടക്കം നിങ്ങൾക്കാവും. എല്ലാം സക്സസ്ഫുൾ ആയിട്ട് വരും. ഈ പേഴ്സൺ എല്ലാം പ്രശ്നങ്ങളും മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് ഉണ്ടാവും, അധികം ഡിലേ ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും കുറച്ച് മെച്ചുവേർഡായ ആളുകളായിരിക്കും. ഇത് ആദ്യത്തെ കല്യാണം ആവാൻ വഴിയില്ല രണ്ടുപേരുടെയും. എന്തായാലും സ്കോർപ്പിയോ, ജെമിനായി ആണ് സോഡിയാക്സ്. അപ്പം നിങ്ങളോട് ക്ഷമയോടെ ഇരിക്കാനാണ് പറയുന്നത്, വെറുതെ ആക്ഷനൊന്നും എടുക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ റീഡിങ്. നമ്മൾ സിനിമയിൽ കാണുന്ന ഡ്രാമ എല്ലാം ജീവിതത്തിലും വരുന്ന ഡ്രാമ. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് ചിലപ്പോൾ ചില സമയത്ത് കുറച്ച് എക്സാജറേഷൻ ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. പക്ഷേ കഥകളെല്ലാം സ്വന്തം നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് തന്നെയാണ് സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ പോലത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഭവാനി, ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കുള്ള സ്പിരിച്വൽ ഓറക്കൽ. അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷനായിട്ട് ഇരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ സ്പിരിച്വൽ ഓറക്കൽ കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടി നോക്കുകയാണ്. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. കാർഡ് മാറിയുന്നില്ല, അങ്ങനെ വന്നിട്ട് കാര്യമില്ല. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ കാർഡ്സ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയുള്ള ഓറക്കിൾ മെസ്സേജ്, സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജസ് ആണ്. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഭഗവാനെ, ഭഗവാനെ. നോക്കാം, കാർഡ് വരാതെ ഞാൻ മുമ്പോട്ട് പോവില്ല. ഭഗവാനെ, ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ്. ഓക്കെ, എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞതാണ്. എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ നമ്മൾക്ക് ദൈവം പലതരത്തിലാണ് മെസ്സേജസ് തരിക. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ സഹായിക്കണേന്ന്, ഭഗവാൻ സഹായിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എന്തോരം പ്രാർത്ഥിച്ചെന്നിട്ടും ഒന്നും നടക്കുന്നില്ല, സഹായിക്കുന്നില്ല, ഈ കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ എന്നൊക്കെ പറഞ്ഞ് പാട്ട് കേട്ടിട്ടില്ലേ? അതൊക്കെ അവരെ കണ്ണ് തുറക്കാഞ്ഞിട്ടല്ല, നമുക്ക് അവർ കണ്ണ് തുറന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലാത്തതാണ് പ്രശ്നം. നമ്മൾ ഒരു പ്രാർത്ഥനയും വെറുതെ പോകുന്നില്ല. എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്, എല്ലാത്തിനും നിവൃത്തി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള വഴി നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നമാണ്. അതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങൾ മനസ്സ് തുറന്ന് വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്നാണ്. മൂന്നാമത്തെ കാർഡ്, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ പേഴ്സണിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ
ദൈവമാണ് നമുക്ക് പ്രതിഫലം തരിക, അല്ലാതെ മനുഷ്യരെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒരു ജീവിയെ നമ്മൾ സഹായിക്കുമ്പോൾ ആ ജീവി നമുക്ക് തിരിച്ച് സഹായിക്കുന്നില്ല. ഒരു ചിരിക്കുമായിരിക്കും നമുക്ക് എന്തെങ്കിലും അവർ കൊണ്ടുതരും, പക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മളുടെ സഹായം ചെയ്യൽ. നമ്മൾ സഹായം എപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക, മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് വേണ്ട സഹായം കിട്ടും, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നോക്കാം. ഒരു മിനിറ്റ്. ക്ഷമിക്കണം കേട്ടോ, കുറച്ചധികം സമയമെടുത്തു. എനിക്ക് അത്യാവശ്യം ഒരു താഴെ ആരോ വന്നു, അപ്പോൾ വീട്ടിൽ ഞാനൊന്ന് താഴത്തേക്ക് പോയതാണ്, സോറി. അപ്പം നമുക്ക് ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നോക്കാം. ഭഗവാനെ, എന്തായാലും നമുക്ക് ഈ കാർഡ്സൊക്കെ ഒന്ന് നോക്കാം. ഇത് കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്ന് നെടുവീർപ്പിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഡെസ്പെയറിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ നിരാശ. പിന്നെയുള്ളത് ഫെയ്ത്ത്ഫുൾനെസ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. കോൺവെർസേഷൻ, ഫ്രണ്ട്സുമായിട്ടൊരു ഡിസ്കഷൻ, ഒരു ഗോസിപ്പ് ഷെയർ ചെയ്യുന്ന പോലെ. പിന്നെ ഒരു അസുഖമുള്ള ഒരാളെ കാണിക്കുന്നുണ്ട്, ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട്, കൺസൾട്ടേഷൻ. പിന്നെ പൈസ കുറേ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു വിഡോവറുടെ കാർഡ് വന്നിട്ടുണ്ട്, സ്വീറ്റ് ഹാർട്ട് വന്നിട്ടുണ്ട്, ഒരു വൈഫും കുഞ്ഞുമുണ്ട്, ഒരു ശത്രുവിനെ കാണിക്കുന്നുണ്ട്, ഒരു സ്ത്രീ എനർജിയാണ്, ഒരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്, ഒരു മതപുരോഹിതനെ കാണിക്കുന്നുണ്ട്, ഒരു സ്കോളറെ കാണിക്കുന്നുണ്ട്, ഒരു വിദ്യാഭ്യാസമുള്ളൊരു എനർജി. പിന്നെ സർപ്രൈസ് കാണിക്കുന്നുണ്ട്, പ്ലെഷർ സീക്കേഴ്സ്. ഈ കൂടുതൽ പണമുള്ളവരുടെ കൂടെ എപ്പോഴും കുറേ ആളുകളുണ്ടാവും, സ്തുതിപാഠകർ. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നടന്നു പോകണം, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ നോക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു മിനിറ്റ്. സോറി, മൂന്നാമത്തെ റീഡിങ് വന്നപ്പോൾ കുറച്ച് ഡിലേ. അതിന് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും, പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ വളരെ ട്രഡീഷണൽ ആയ ഒരാളാണ്. വളരെ
റിലീജിയസ് ആയ, വളരെ ട്രഡീഷണലായ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന, ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന, വളരെ കാൽക്കുലേറ്റീവായ, വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുന്ന, എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വളരെ പ്ലാനിങ്ങോട് കൂടെ ജീവിതത്തിനെ കാണുന്ന ഒരു എനർജിയാണിത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണിത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇതൊരു നിങ്ങളുടേതൊരു മാരീഡ് റിലേഷൻഷിപ്പ് അല്ലേ, അൺമാരീഡ് ആണോ, അതോ ഈ പേഴ്സൺ അൺമാരീഡ് ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്? എന്തായാലും ഈ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടുമായിരിക്കാം. തൽക്കാലം ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കട്ടെ, ഇവർ വളരെ പ്രാക്ടിക്കലായ ആളുകളാണ്. അപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണെങ്കിൽ തന്നെ ആ പേഴ്സണെ വളരെയധികം സൂക്ഷ്മ നിരീക്ഷണം ചെയ്തിട്ട് മാത്രമേ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ കയറുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരായിട്ട് മാറില്ല. അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആള് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഇവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനർജിയാണോ നിങ്ങൾ എന്നതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ. അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇവിടെ 10 of Wands ആണ് കാണിക്കുന്നത്. പക്ഷേ വളരെ റെസ്പോൺസിബിൾ ആയ ആളാണ്, വളരെയധികം റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതാണ്. എൻ്റെ പൂച്ചക്കുട്ടിയാണത്, അവന് വേറെ പണിയൊന്നുമില്ല. റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഏത് വിധേനയും നിങ്ങളുടെ ലൈഫിൽ വേറെ പല എനർജീസ് ഉണ്ട്. നിങ്ങളെ വിവാഹം കഴിക്കാനോ സ്നേഹിക്കുന്നവരുണ്ടെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്നും ഈ പേഴ്സൺ വകവയ്ക്കില്ല. എല്ലാ എതിർപ്പുകളെയും മീൻസ് അതിനെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനത്തെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയൊരു എനർജിയാണ്. ഒരു പ്രതിബന്ധങ്ങളും ഈ ആ പേഴ്സൺ വകവയ്ക്കില്ല. അങ്ങനത്തെ ഒരു എനർജിയാണിത്. വളരെ സ്ട്രോങ് ആയൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? മൂന്നാമത്തെ റീഡിങ്ങിന് ഭയങ്കര അധികം ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. രണ്ട് റീഡിങ്ങും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ റീഡിങ്ങിലാണ് വളരെയധികം ഒരു എനർജി, ഒരു സ്ട്രെസ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആകെ പുറത്ത് എക്സ്റ്റേണൽ എനർജിയും ഇൻറ്റേർണൽ എനർജിയും എല്ലാം കൂടെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ പേഴ്സൺ വളരെ വർക്കഹോളിക്കാണ്, മനസ്സിലായി. കൂടുതലും പണം കാണിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര വർക്കഹോളിക്കാണ്. ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്തായാലും ഈ പേഴ്സൺ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷനിലിരിക്കുന്ന ഒരാൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഈ പേഴ്സണ് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട്. അതാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. അപ്പോൾ ഇവിടെ വർക്കഹോളിക് ആയ ഒരാളാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടാവാം. തേർഡ് പാർട്ടി ചിലപ്പോൾ ഈ പേഴ്സണ് ജോലി ആയിരിക്കാം, വേറൊരു സ്ത്രീയോ പുരുഷനോ ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെയധികം സ്ട്രെസ്സുള്ള, വളരെയധികം പല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളോട് സംസാരിക്കണോ, നിങ്ങൾ വിളിക്കുമ്പോൾ എടുക്കാനോ ഒന്നും സമയം കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ടുണ്ട്, ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതാണോ, അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങളോട് അത്ര ഇഷ്ടമില്ലേ, വേറെ ആരെങ്കിലും പേഴ്സണായിട്ട് കണക്ഷനാണോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയമുണ്ട്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന കാര്യമൊന്നും ഈ പേഴ്സണെ ബാധിക്കുന്നില്ല. കാരണം ഈ പേഴ്സണിൻ്റെ മനസ്സ് സെറ്റാണ്. നിങ്ങളെയാണ് ഈ പേഴ്സണെ വേണ്ടത്. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുള്ളൂ എന്നൊരു മനസ്സ് സെറ്റായ ഒരു എനർജിയാണ്. പക്ഷേ കുറേ സമയം എടുക്കുന്നു മാത്രം. അത്രയും നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാത്തൊരു എനർജിയാണ്. ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. ആ പ്ലാനിങ്ങിലാണ് ഈ പേഴ്സൺ. അപ്പോൾ ഫിനാൻസ് സെറ്റ് ചെയ്യാനുണ്ട് കുറേ, മനസ്സിലായോ? അപ്പോൾ ഒരു വിവാഹത്തിലേക്ക്, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് കൊണ്ട് എല്ലാ പ്ലാനിങ്ങോടും എല്ലാ കാര്യം, ഒരു ഫാമിലി എങ്ങനെ തുടങ്ങണം അതിനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതാണ് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. അവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള? നിങ്ങളൊരു എംപറസ് ആയിട്ട് നോക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വളരെ ഒരു നല്ല ഒന്നിനും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ്. അപ്പോൾ അതിലൊന്നും പ്രശ്നമേ അല്ല. നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളൊരു എംപറസിനെ പോലെയാണ് ഈ പേഴ്സൺ കാണുന്നത്. നിങ്ങളോട് ആരാധനയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ, ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ഫാമിലിയിലുള്ളവർക്ക് നിങ്ങളോട് അത്ര ഇതില്ലായിരിക്കാം.
അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ ഈ പേഴ്സൺ ഇഷ്ടമില്ലായിരിക്കാം, പക്ഷെ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യാത്തതിലൊക്കെ ഒരു പേഴ്സണൊരു ഒരു റിഗ്രറ്റ് ഉണ്ട്. അതുപോലെ പാസ്റ്റിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരു എനർജിയാണിത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ സ്റ്റക്കല്ല. പാസ്റ്റിലെ ഉണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും അതിലൊന്നും സ്റ്റക്കല്ല ഈ പേഴ്സൺ കേട്ടോ. ഈ പേഴ്സൺ ഒരു പോസിറ്റീവ് മൈൻഡ് വെക്കുന്ന ഒരാളാണ്. കുറച്ചൊക്കെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും പാസ്റ്റ് പോയി കഴിഞ്ഞു, അത് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു എനർജിയാണ്. നിങ്ങളോടുള്ള അടുത്ത ആക്ഷൻ എന്തായിരിക്കും ഈ പേഴ്സണിൻ്റെ? ഇവിടെ പൈസിസ് സോഡിയാക് സൈൻ ഉണ്ട്, ടോറസ് ലീബ്ര. നിങ്ങളോടുള്ള അടുത്ത ആക്ഷൻ, നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളായിട്ട് കോൺടാക്റ്റ് ഇല്ലായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൂടെ ഒരു കൺഫ്യൂഷനാണ്. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞതാണോ നിങ്ങളെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇഷ്ടമാണെന്ന് ശരിക്കും പറഞ്ഞതാണോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഈ പേഴ്സണ്. നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളോട് സമയമാകുമ്പോൾ ഈ പേഴ്സൺ പറയും. നിങ്ങളുടെ വീട്ടിലെ ആളുകളോട് വന്ന് സംസാരിച്ചിട്ട് ഈ പേഴ്സൺ എല്ലാത്തിലും ഒരു തീരുമാനമാക്കും. നിങ്ങളത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? ബാലൻസ്. നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആവണം. നിങ്ങൾ ചിന്തിച്ച് കൂട്ടി പ്രശ്നമാകരുത്. ഇതൊരു വിവാഹത്തിലേക്കാണ് പോകുന്നത്. അധികം കാലം നിങ്ങൾ സിംഗിളായിട്ട് ഇരിക്കേണ്ടി വരില്ല. ഈ പേഴ്സൺ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഇതൊരു വിവാഹത്തിലേക്ക് പോകും. അപ്പോൾ തേർഡ് പാർട്ടി കൺസേൺ വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ്, അല്ലാതെ വേറൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഇല്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലെ ചിന്തയാണ് അതെന്നാണ് പറയുന്നത്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിങ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കിനും ഷെയറിനും കമൻറ്റിനും എല്ലാത്തിനും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആരോഗ്യവും സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തേർഡ് റീഡിങ്ങിൽ കുറച്ചൊരു ഡിലേ വന്നു. ഇടയ്ക്ക് എനിക്ക് കുറച്ച് ആകെ വെപ്രാളമായ പോലെ ആയിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. എന്നാലും അത് വളരെ നന്നായിട്ട് ഇത് തീർക്കാൻ, അത് അങ്ങനെ ഒരു നല്ലൊരു റീഡിങ് ആയതുകൊണ്ടായിരിക്കാം അതിൻ്റെ തുടക്കത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായത്. കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.